തിരുവനന്തപുരം നഗരത്തിലെ വേറിട്ട കാഴ്ചയാണ് രഞ്ജിത്ത് രാജൻ. രഞ്ജിത്ത് രാജനെ മുമ്പ് പൊളിറ്റിക്സ് കേരളയിൽ പരിചയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ന്യൂ രഞ്ജിത്ത് ആംബുലൻസ് എന്ന സ്ഥാപനം നടത്തുന്നു അദ്ദേഹം. 20ലധികം ആംബുലൻസുകൾ അദ്ദേഹത്തിനുണ്ട്. ന്യൂ രഞ്ജിത്ത് ആംബുലൻസ് തിരുവനന്തപുരത്തെ ചികിത്സാ മാർഗങ്ങളിൽ അല്ലെങ്കിൽ ചികിത്സാ സഹായങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചാരം ആർജിച്ച ആംബുലൻസ് സർവീസാണ്. ന്യൂ രഞ്ജിത്ത് ആംബുലൻസ് കൂടാതെ അമ്മ ഹോം നഴ്സിംഗ്, അമ്മ കെയർ ഹോം എന്നിവയും രഞ്ജിത്ത് രാജൻ നടത്തുന്നു. രഞ്ജിത്ത് രാജന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ആംബുലൻസ് വിട്ടുകൊടുക്കാറുണ്ട്. ഇതൊക്കെ രഞ്ജിത്ത് രാജന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പെടുന്നു. എപ്പോഴും പ്രശസ്തിയിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിത്വമാണ് രഞ്ജിത്ത് രാജൻ. പ്രശസ്തിക്ക് പിറകെ പോകാറില്ല. താൻ ചെയ്യുന്ന സഹായം ഇരുചെവി മറുചെവി അറിയരുത് എന്ന് രഞ്ജിത്ത് രാജന് നിർബന്ധമുണ്ട്. അതാണ് ഈ യുവാവിൻ്റെ പ്രത്യേകത. ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. എൻ്റെ എഴുത്തിൻ്റെ 25ാം വാർഷികം ഞാൻ ആഘോഷിച്ചപ്പോൾ രഞ്ജിത്ത് രാജനെ ആദരിച്ചിരുന്നു പൊളിറ്റിക്സ് കേരള. BK പ്രശാന്ത് MLAയും മുൻ മന്ത്രി സി ദിവാകരനും ചേർന്നാണ് അന്ന് രഞ്ജിത്ത് രാജനെ ആദരിച്ചത്. തിരക്കിൽ എന്നും തനിച്ചാണ് രഞ്ജിത്ത് രാജൻ. താനും തൻ്റെ സ്ഥാപനവുമായി പോകുന്ന അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ വേറിട്ട കാഴ്ചയായി ഈ യുവാവ് മാറുന്നു. ഇപ്പോൾ രഞ്ജിത്ത് രാജന് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നു. ഗ്ലോബൽ ഹ്യൂമൻ പീസ് സൊസൈറ്റിയുടെ ഡോക്ടറേറ്റാണ് രഞ്ജിത്ത് രാജന് ലഭിച്ചിരിക്കുന്നത്. അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെ ഇതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. പലർക്കും ഡോക്ടറേറ്റ് ലഭിക്കുന്നത് വളരെ വിചിത്രമായ കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഡോക്ടർ രഞ്ജിത്ത് രാജനായി മാറിയത് തൻ്റെ സ്വന്തം കർത്തവ്യ ബോധത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. തൻ്റെതായ നിലപാട് തറയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. തൻ്റെതായ രീതിയിൽ അദ്ദേഹം സഞ്ചരിക്കുന്നു. അതിൽ ഒരു മാറ്റവും ഒരു വ്യതിചലനവും അദ്ദേഹം വരുത്തിയിട്ടില്ല. ഇതാണ് രഞ്ജിത്ത് രാജന്റെ പ്രത്യേകത. രഞ്ജിത്ത് രാജനെ പൊളിറ്റിക്സ് കേരള പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് പ്രേക്ഷകർ എന്നോട് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചിരുന്നു. ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു. എന്തായാലും രഞ്ജിത്ത് രാജനെ തേടി ഒരു അംഗീകാരം കൂടി വരുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. അർഹിക്കുന്ന അംഗീകാരം അർഹതപ്പെട്ടവർക്ക് ലഭിക്കുമ്പോൾ അത് വാർത്തയാക്കാതിരിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിയില്ല. രഞ്ജിത്ത് രാജൻ തിരുവനന്തപുരം നഗരത്തിൻ്റെ വേറിട്ട കാഴ്ചയായി വേറിട്ട പന്ഥാവിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഡോക്ടറേറ്റ് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഈ വാർത്ത ചെയ്യുമ്പോൾ പൊളിറ്റിക്സ് കേരളയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടിയാണ് ഈ വാർത്ത. അദ്ദേഹത്തെ നിങ്ങൾ അറിയണം. ഇതുപോലുള്ള വ്യക്തിത്വങ്ങളാണ് കേരളത്തിൻ്റെ സൗഭാഗ്യം. ഇതുപോലുള്ള വ്യക്തിത്വങ്ങളാണ് മാനുഷികമായ നന്മയുടെ പ്രതീകങ്ങൾ.